ചാച്ചന് ടാറ്റ കൊടുക്ക്. ചാച്ചന് ടാറ്റ കൊടുക്ക്. ചാച്ചന് റജി അങ്കിളിനെ ഒന്ന് വിളിക്കുക. റജി അങ്കിളിനോട് പറ. ആ പതുക്കെ പതുക്കെ പോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്ക് ടു സ്കൂളിൻ്റെ പാർട്ട് 2 ആണിത്. അപ്പോൾ ഇന്ന് കുഞ്ഞിൻ്റെ സ്കൂൾ റീഓപ്പണിംഗ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് പോവാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ്, അപ്പോൾ അത് റജി അങ്കിളിനോടും പറഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാവരുടെയും കാലൊക്കെ തൊട്ട് നമസ്കരിച്ച് കുഞ്ഞ് പോകാനിറങ്ങി. 2-3 ദിവസം മഴ നിന്നിട്ട് ഇന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. ഒന്ന് ചെറുതായിട്ട് തോന്നപ്പോഴാണ് ഞങ്ങൾ പോവാം എന്ന് വിചാരിച്ച് ഇറങ്ങിയത് തന്നെ. അപ്പോഴത്തേക്കും പിന്നെയും മഴ, നല്ല മഴയായിരുന്നു. കുഞ്ഞിനാണെങ്കിൽ നമ്മൾ കോട്ട് മേടിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല മഴയായിരുന്നു. അപ്പോഴതേ മേളിൽ നിന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയൊക്കെ വിളിച്ചു, അവരോടും പറഞ്ഞു പോവാണെന്നൊക്കെ പുള്ളി പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്തിട്ട് നിൽക്കുകയാണ്. അവിടുന്ന് നമ്മൾ നല്ല മഴയായിരുന്നു. അപ്പം ചേട്ടനും കുഞ്ഞും ബൈക്കിലാണ് പോയത്. ഞാനും സിസ്റ്ററും ബസ്സിന് ചെന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് ചെന്നത്. അതുകൊണ്ട് അവിടെ ഫസ്റ്റ് കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് ഇവർക്ക് കൂടുതലും പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ കുറച്ച് നേരം പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അതേ ഈ സാറിൻ്റെ ക്ലാസ് നടക്കുകയാണ്. ഞാൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഒരാളുടെ നമ്മൾ കോമൺ ആയിട്ടും അങ്ങനെ നമുക്ക് ആർക്കും ഒരു സ്പീച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ പ്രസംഗം കേട്ടിരിക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ലല്ലോ. എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആദ്യമായിട്ടാണ് പ്രസംഗം തീരല്ലേ അല്ലെങ്കിൽ ഇത് തീരരുതേ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു. കുഞ്ഞുങ്ങളുടെ കൂടെ അതേപോലെ നല്ല ഭംഗിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു മാഷിൻ്റെ ക്ലാസ് കേൾക്കാനായിട്ട്. എനിക്ക് നാക്ക് വഴങ്ങണം. വെളുവെളുത്തു വളവളഞ്ഞ ഈ സ്കൂളെന്ന് വെച്ചാൽ ഭാരതീയ വിദ്യാനികേതൻ്റെ കീഴിലുള്ള അറുന്നൂറ്റുമംഗലത്തെ ഒരു ബ്രാഞ്ചാണ് വിദ്യാഭാരതി വിദ്യാനികേതൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്കൊന്നിതോളം ശ്രദ്ധിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പാട്ടുകളും ഈ കുട്ടികളെ അത് പാടിപ്പിക്കുന്ന രീതിയും അവരുടെ അടുത്ത് അവരുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനിതൊന്നും കട്ട് ചെയ്യാണ്ട് ഇട്ടിരിക്കുന്നത്, സ്പീഡൊന്നും ആക്കാണ്ട് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. സാറിൻ്റെ പേര് വിനു എന്നാണ്. പുള്ളിക്കാരൻ ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു അവിടുത്തെ. അപ്പോൾ ഞാൻ ഇത്രയും നാൾ എൻ്റെ പഠന ജീവിതത്തിലാണെങ്കിലും കുഞ്ഞിപ്പോൾ 2 വർഷമായിട്ട് സ്കൂളിൽ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ അംഗൻവാടിയും കൂടെ ചേർത്ത് 3. ഈ 3 വർഷത്തിനിടയ്ക്ക് ഇതുവരെ ഞാൻ ഇത്രയും നല്ലൊരു പ്രവേശനോത്സവം കണ്ടിട്ടില്ല എന്ന് പറയാം. അത്രയും ഇഷ്ടപ്പെട്ട ഒരു പ്രവേശനോത്സവമായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളുകളിലൊക്കെ വലിയ ആൾക്കാർ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ അടുത്തു നിന്നൊന്നും നമുക്ക് കിട്ടാത്ത ഒരു നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു ഈ സാറിൻ്റെ ക്ലാസ് കേട്ടിരിക്കാനും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ കണ്ടിരിക്കാനും ഒക്കെ.
നമ്മളും അവിടെ ചില സമയത്ത് കുട്ടിയായിട്ട് മാറുമെന്ന് പറയില്ല. എൻ്റെ സിസ്റ്ററൊക്കെ കുട്ടികളുടെ കൂടെ ടീച്ചേഴ്സും ഞങ്ങളെല്ലാവരും പാടുക. കാരണം ആ ഒരു തലത്തിലോട്ട് നമ്മളെ അദ്ദേഹം കൊണ്ടുപോയി എന്ന് വേണം പറയാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ പ്രാവശ്യത്തെ പ്രവേശനോത്സവം, അതുപോലെ തന്നെ ഈ മാഷിൻ്റെ ക്ലാസ്സും. പിന്നെ സാറൊക്കെ പോയി ആശംസയാണ്. അതിൽ ഒരു മജീഷ്യനാണ് വന്നത് കേട്ടോ. വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചെങ്കിൽ പോലും കുഞ്ഞുങ്ങളിൽ വല്ലാത്തൊരു അത്ഭുതവും കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കും അങ്ങനെ തന്നെ. ഞാൻ ലൈവ് ഇങ്ങനെ മാജിക്ക് കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. കുഞ്ഞിലെ കണ്ടിട്ടുണ്ടാവാം, പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ മാജിക്ക് കണ്ടതായിട്ടില്ല. അപ്പം ഞാനായാലും സിസ്റ്ററായാലും എൻ്റെ ഹസ്ബൻഡാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പം മാജിക് ഇങ്ങനെ ലൈവായിട്ട് കാണുമ്പോൾ ഒരു കൗതുകമോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളെല്ലാവരും കുട്ടികളെപ്പോലെ തന്നെ മുതിർന്നവരും ടീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു മാജിക് കാണുമ്പോഴാണെങ്കിലും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. എല്ലാ മാജിക്കും ഒന്നും ഇടുന്നില്ല, വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അവർ ഈ കാണുന്ന സിൽക്കിൻ്റെ ഒരു പീസ് അത് മീൻസ് അതിനകത്തൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഇരുന്ന ചേച്ചിയാണ് കേട്ടോ. ചേച്ചി PTA പ്രസിഡൻ്റാണ് സ്കൂളിൻ്റെ. അപ്പോൾ ചേച്ചിയെ വിളിച്ചിട്ട് ചേച്ചിയുടെ ഷോളിനകത്തു നിന്നാണ് പുള്ളി അത് എടുത്തത് കേട്ടോ. അതൊക്കെ നമുക്ക് ശരിക്കും കൗതുകകരമായിരുന്നു. പിന്നെ ടീച്ചേഴ്സിനെയൊക്കെ വെച്ചിട്ട് മാജിക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞ് സ്റ്റേജിൽ കയറ്റി ഒരു ടവലൊക്കെ മുറപ്പിച്ച് ഏതൊക്കെയോ മന്ത്രമൊക്കെ ചൊല്ലിച്ച്. പക്ഷേ ടീച്ചേഴ്സിൻ്റെയൊക്കെ മീൻസ് ആ ടവൽ മുറിഞ്ഞതുപോലെ തന്നെ ഇരുന്നു. പുള്ളിയുടേത് മുറിച്ചതായിട്ട് തോന്നുമില്ലായിരുന്നു ആ ടവൽ. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടിയുണ്ട് കേട്ടോ. ഈ വീട്ടിൽ വന്നിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ വന്നപ്പോൾ എന്നോട് ചോദിക്കുകയും ചെയ്തു, അമ്മ ഞാനിവിടെ ആ മാജിക് ഒന്ന് ചെയ്ത് നോക്കട്ടെ അമ്മേ, ആ മന്ത്രമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് അമ്മൂമ്മ കൊല്ലും, അമ്മൂമ്മയുടെ സാരിയോ അങ്ങനെ തുണികൾ എന്തെങ്കിലും വെട്ടി അമ്മൂമ്മ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതുപോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മോനെ അത് പഠിച്ചാലേ പറ്റുള്ളൂ, അങ്കിൾ പറയുന്ന പോലെ മന്ത്രം പറഞ്ഞാൽ ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ ഇത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ. ഒരു ക്യാനിനകത്തുനിന്ന് ഒരു empty ക്യാനായിരുന്നു, അത് തീ കത്തിച്ചു. എന്നിട്ടത് മൂടി തുറന്നപ്പോഴത്തേക്കും കുട്ടികൾക്ക് മിഠായി വന്നു. അപ്പോൾ ആദ്യം കുട്ടികളുടെ അടുത്ത് പറഞ്ഞത് പാമ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. പുള്ളി തന്നെ പാമ്പായിരിക്കും, അതുകൊണ്ട് എല്ലാവരും ആണെങ്കിൽ ഓടിക്കോണോ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും സ്റ്റേജിന് താഴെ ഇറങ്ങി വന്നു. അപ്പോൾ തുറന്നപ്പോൾ മിഠായി. പിന്നെ പുള്ളി അതെല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ മാജിക്ക്. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ആയിരുന്നു. നല്ല രസകരമായിരുന്നു കേട്ടോ എല്ലാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കാശിക്കുട്ടൻ്റെ സ്കൂളിലെ പ്രവേശനോത്സവത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളതേ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.